ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നവവത്സരത്തിൻ്റെ പുതുപുത്തൻ പ്രഭാതത്തിലേക്കാണ് നാം മിഴി തുറക്കുന്നത്. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് എന്നാണ്. പുതുപുത്തൻ സ്നേഹവുമായാണ് ഓരോ പ്രഭാതത്തിലും ഈശോ നമ്മെ വരവേൽക്കുന്നത്. പുതുവർഷ പുലരി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമകരണ തിരുനാളിൻ്റെ ദിനമാണ്. പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വ തിരുനാളിൻ്റെയും ദിനമാണ്. പുതുവർഷ പുലരിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഐശ്വര്യമാണ്. എപ്പോഴാണ് ഐശ്വര്യം? ദൈവം കൂടെയുള്ളപ്പോഴൊക്കെ ഐശ്വര്യമാണ്. 1 സാമുവേൽ 18:14 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. ഉൽപ്പത്തി 39:2 പറയുന്നു: കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. അപ്പൊ ജോസഫിനും ദാവീദിനും ഐശ്വര്യവും അനുഗ്രഹവും വിജയവും ശ്രേയസ്സുമൊക്കെ ഉണ്ടായത് ഒറ്റ കാരണമാണ്. ബൈബിൾ പറയുന്നത് കർത്താവ് കൂടെ ഉണ്ടായി. ദൈവം കൂടെയുള്ള ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട് പൂർണ്ണമായും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി 39:5 പറയുന്നു: പൊത്തിഫർ വീടിന്റെ മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് പൊത്തിഫറിന്റെ ഭവനത്തെ പൊത്തിഫറിന്റെ ഭവനത്തിന്റെ യോഗ്യത കൊണ്ടല്ല, ആ ഭവനത്തിൽ ജോസഫ് ഉണ്ട്. ദൈവം കൂടെയുള്ള ഒരു വ്യക്തി ആ ഭവനത്തിലുണ്ട് എന്നതുകൊണ്ട് ആ ഭവനത്തെ ദൈവം സമൃദ്ധമായി. പുതുവർഷ പുലരിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം: എന്റെ ദൈവം എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ഈ വർഷത്തെ പ്രതിജ്ഞയും അത് തന്നെയാണ്. എന്റെ ദൈവം എന്നെ വിട്ടുപോകാവുന്ന ഒരു പ്രവൃത്തിയും എന്നിൽ നിന്നുണ്ടാവില്ല. ദൈവത്തെ ഞാൻ എപ്പോഴും കൂടെ ദൈവത്തോട് അനുരഞ്ജനപ്പെട്ടും ദൈവത്തെ സ്നേഹിച്ചും സഹോദരങ്ങളെ സ്നേഹിച്ചും ദൈവം കൂടെയുള്ളൊരു വ്യക്തിയായി ഞാൻ ജീവിക്കും എന്നതായിരിക്കട്ടെ ഈ പുതുവർഷ പുലരിയിൽ നമ്മുടെ പ്രതിജ്ഞയും പ്രതീക്ഷയും ആഗ്രഹവും സ്വപ്നവും. ആമേൻ.